കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. തിരുവാതിര നക്ഷത്രക്കാരെ തങ്ങളുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി, സാമ്പത്തിക ഉന്നമനം, അതുപോലെയുള്ള വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങള് തിരുവാതിര നക്ഷത്രത്തിൽ എഴുത്തിനിരുത്തുക നല്ലതാണ്. അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ പറ്റിയ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. വ്യവഹാരങ്ങൾ തുടങ്ങുന്നതിനും ഇത് നക്ഷത്രമാണ്. ചിലവർ കേസൊക്കെ കൊടുക്കുമ്പോൾ, ചില അഡ്വക്കേറ്റുമാർ കേസ് എടുക്കുമ്പോഴും ചില കക്ഷികൾ കേസ് കൊടുക്കുമ്പോഴും നല്ല ദിവസമൊക്കെ നോക്കും. അപ്പൊ ഈ തിരുവാതിര നക്ഷത്രത്തിൽ നോക്കിയിട്ട് നല്ല ദിവസത്തിൽ നോക്കി കേസ് കൊടുത്താൽ ആ കേസ് ജയിക്കും. കേസ് എടുക്കുന്ന വക്കീൽ ആ കേസ് ജയിക്കും. അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ട്. അപ്പൊ തിരുവാതിര നക്ഷത്രമൊക്കെ നോക്കി ആരെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നോക്കുക. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഒപ്പം തന്നെ ശനി കേതു സൂര്യൻ ഈ ദശകളില് വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യണം. രാഹുവിനെയും സർപ്പങ്ങളെയും പൂജിക്കുക. രാഹു, സർപ്പങ്ങൾ, നാഗദേവതകളെ പൂജിക്കുക. അവർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുക. ജന്മനക്ഷത്ര ദിവസം സർപ്പക്കാവുകൾ സന്ദർശിക്കുക. ജന്മനക്ഷത്രം തിരുവാതിര ജന്മനക്ഷത്രമാണെങ്കിൽ അന്ന് പോയിട്ട് സർപ്പക്കാവുകളൊക്കെ സന്ദർശിച്ച് അതിൽ വഴിപാടുകളൊക്കെ നടത്തി നാഗത്താന്മാർക്ക് 100 പാലും ഒക്കെ സമർപ്പിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. വഴിപാടുകൾ നടത്തേണ്ടതാണ്. തിരുവാതിര, ചോതി, ചതയം ഈ നാളുകളില് രാഹു പ്രീതി കർമ്മങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർ അനുഷ്ഠിക്കണം. സർപ്പക്കാവിൽ കരിമരം എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ഈ തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങൾക്ക് ഒരു ജീവിതത്തിലെ ഉന്നമനവും ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ വേണ്ടി കരിമരം എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അത് സർപ്പക്കാവിന് പരിസരത്തോ സർപ്പക്കാവിനകത്തോ എവിടെയെങ്കിലും വച്ച് പിടിപ്പിക്കുക. രാശിയാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുക. കർമ്മങ്ങളും ഭജനങ്ങളും ഒക്കെ നടത്തുക. നല്ല സൽക്കർമ്മങ്ങളൊക്കെ നടത്തുക. ഭജനകളൊക്കെ നടത്തുക. കറുപ്പ്, കരിനീല വസ്ത്രം, കറുപ്പ് കളറ്, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ നല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രിയങ്കരമാണ്.